ഹലോ. അങ്ങനെ സീക്രട്ട് കണ്ടിരിക്കുകയാണ്. എസ് എൻ സ്വാമി റിട്ടൺ ആൻഡ് ഡയറക്ടർ. ഇപ്പം പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ടോറിയൽ സംഭവമാണ്. നമ്മുടെ ബോംബ് സ്റ്റാർ എന്നറിയപ്പെടുന്ന വെള്ളിയാഴ്ച തോറും പടം ഇറക്കുന്ന നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ വേറൊരു അമിട്ടാണ് ഈ പടം. CBI സീരീസ്, മൂന്നാം മുറ, ദി ട്രൂത്ത്, അങ്ങനെ ഒട്ടനവധി പടങ്ങൾ എഴുതിയ ഒരു സൂപ്പർ ഹിറ്റ് റൈറ്റർ ആയിരുന്നു എസ് എൻ സ്വാമി. അപ്പം പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷനാണ് സീക്രട്ട്. അപ്പം പുകഴ്ത്തുകയാണെന്ന് കരുതരുത്, വേറും കൂതറ തല്ലിപ്പൊളി ഡയറക്ഷൻ. സത്യം പറയാലോ, സീരിയൽ വരെ ഇതിനേക്കാളും അടിപൊളിയാണെന്ന് ഇത് കാണുമ്പോൾ, ഈ പടം കാണുമ്പോൾ തോന്നിപ്പോകുന്നു. അതുപോലത്തെ കഥയും അതുപോലത്തെ ഡയറക്ഷനും അതുപോലത്തെ ഡയലോഗ്സും. പടം മൊത്തത്തിൽ ഒരു കാട്ടവരാത പടം. ഇതിലുള്ള ആക്ടേഴ്സ് എല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷെ ഈ പടത്തിൽ അവരെ കാണുമ്പോൾ വേറും കഴിവില്ലാത്ത കഴിവട്ടവന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലത്തെ പെർഫോമൻസ് ആണ് എല്ലാവരെയും കൊണ്ടും ഇതിൽ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നതല്ല, കാണുമ്പോൾ തോന്നിപ്പോകണം. അതുപോലത്തെ വെറുപ്പീര് പരിപാടിയാണ്. ഇതിലൊരു കളർ മുടിയുള്ള ഒരുത്തമുണ്ട്, അവനാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശാപം. ഒന്നാമത്തെ ശാപം എസ് എൻ സ്വാമിയാണ്. കാരണം പുള്ളിയാണല്ലോ ഇതുപോലെ ഒരു ഐറ്റം പടച്ചു വിട്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പടച്ചു വിട്ട ഐറ്റത്തിൽ ഇതുപോലെ വേറൊരുത്തം വന്നത്. ഈ പടത്തിൽ ഡബിങ് ഒക്കെ വളരെ മോശമുണ്ട്. സാധാരണ ഒരു പുതിയ സംവിധായകൻ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പുതിയ നടന്മാരൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ചെറിയ പടത്തിലൊക്കെയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത്രയും വലിയ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും നല്ല കഥ എഴുതി സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആള് ചെയ്ത ഒരു പടത്തിൽ ഇതുപോലത്തെ ഡബിങ് ഒക്കെ വെറും വേസ്റ്റ്. നമ്മള് ഒരു ഫോൺ, ഇപ്പോൾ ഒരാളോട് ഫോൺ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞ് ഇരുന്നിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഈ പടത്തിലാണെങ്കിൽ ഫോൺ വെച്ചിട്ടും കാര്യം പറയുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണണം, ഫോൺ വിളിക്കുന്ന സീനുകളൊക്കെ. അതുപോലെ വേസ്റ്റ് ഡബിങ്, വളരെ മോശം ഡബിങ്. മൊത്തത്തിൽ കഥയും കാര്യങ്ങളൊക്കെ മൊത്തം നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു തല്ലിപ്പൊളി കൂറ ഒരു പണം അടുത്തൊന്നും കണ്ടില്ല. ഇതൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തത് ഭാഗ്യം എന്ന് കരുതുക. OTT ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള, കാണാൻ കെൽപ്പുള്ളവർ ആണെങ്കിൽ എടുത്തൊന്ന് കണ്ടുപോവുക. കണ്ടു നോക്കിയിട്ട്, OTT കെൽപ്പുള്ളവർ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കമന്റ് അറിയിക്കുക. കിടിലൻ സൂപ്പർ ഹിറ്റ് പടം സീക്രട്ട്.